10 വർഷത്തെ മോദി ഭരണം എന്ത് വികസനമാണ് രാജ്യത്ത് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, BJPക്ക് ഭരണം പോലുമില്ലാത്ത പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തിലെ BJP MP-മാരുടെ ആസ്തിയിൽ 100 മുതൽ 200% വരെ വർധനവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം ഉണ്ടായിരിക്കുന്നത്. BJPയുടെ പശ്ചിമ ബംഗാളിലെ അധ്യക്ഷനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുകാന്ത മജുംദാറിൻ്റെ ആസ്തി പോലും 114% 2019 താരതമ്യപ്പെടുത്തുമ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. സുകാന്ത മജുംദാർ ഇപ്പോൾ ബംഗാളിലെ ബാലുഘട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ഈ വരുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ ബാലുഘട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ ബാലുഘട്ടിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുകാന്ത മജുംദാർ 2019 മത്സരിച്ചിരുന്നു. 2019 അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂല പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ആസ്തി എന്ന് പറയുന്നത് 58,25,000 രൂപയാണ്. എന്നാൽ 5 വർഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായും നേതാവായും ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിച്ച് 1,24,00,000 മാറി എന്നതാണ്. അതായത് 114% വർധനവുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദാനിയേക്കാൾ വലിയ വളർച്ച സമ്പത്തിൽ നേടിയ ചില MP-മാരും BJPയുടെ ബംഗാൾ പട്ടികയിലുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ഡാർജിലിംഗിലെ BJP MP ആയിട്ടുള്ള രാജു ബിസ്തയുടെ കാര്യമാണ്. രാജു ബിസ്തയുടെ ആസ്തി 215% 2019 താരതമ്യപ്പെടുത്തുമ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. 2019 രാജു ബിസ്ത നൽകിയ സത്യവാങ്മൂല പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ആസ്തി എന്ന് പറയുന്നത് 15 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത് 2024 ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം ഇത് 47 കോടി രൂപയായി. അതായത് 32 കോടി രൂപയുടെ വർധനവ് ഈ രാജു ബിസ്ത എന്ന ഡാർജിലിംഗിലെ BJPയുടെ MP-യുടെ ആസ്തിയിൽ ഉണ്ടായിരിക്കുകയാണ്. ഭരണം പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് BJP MP-മാരുടെ ആസ്തിയിൽ ഇത്ര വലിയ വർധനവ് ഉണ്ടാകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പരിഹാസ രൂപേണ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഭരണം കൂടി ലഭിച്ചാൽ BJP നേതാക്കൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരായി മാറുമെന്നാണ്. എന്ത് തന്നെയായാലും നമുക്ക് BJPയുടെ ബംഗാളിലെ സാധ്യതകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ BJP ബംഗാളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അവർ ഏറ്റവും വലിയ വോട്ട് വിഹിതം സ്വന്തമാക്കുന്നതും അപ്പോഴാണ്. 40.7% വോട്ട്. 40 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബംഗാളിൽ 18 വിജയിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് BJPയുടെ വോട്ട് വിഹിതം ഓരോ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്നെയും കുറഞ്ഞ് 38.15% കുറഞ്ഞു വന്നു. ഇനി അത് കഴിഞ്ഞ് 2023 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എത്തുകയാണെങ്കിൽ BJPയുടെ വോട്ട് വിഹിതം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 38.15 നിന്നും വീണ്ടും ഗണ്യമായി കുറഞ്ഞ് 23% മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ BJP ബംഗാളിൽ തളരുന്നൊരു പാർട്ടിയാണ് എന്നതിൻ്റെ തെളിവാണ്. എന്നിട്ടും അവിടുത്തെ നേതാക്കളുടെ, പ്രത്യേകിച്ച് BJPയുടെ MP-മാരുടെ ആസ്തിയിൽ 215% വർധനവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവർ നേരായ രീതിയിൽ തന്നെയാണോ സ്വത്ത് സമ്പാദനം നടത്തുന്നത് എന്നൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്നുണ്ട്. എന്തു തന്നെയായാലും BJPയുടെ വികസനം ഇത്തരം നേതാക്കളുടെ സ്വത്തിൻ്റെ വികസനമായി മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നൊരു വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാളിലെ BJPയുടെ MP-മാരുടെ ആസ്തിയിൽ 200 മുതൽ 300% വരെ വർധനവാണ് ഇപ്പോൾ 2024 സത്യവാങ്മൂല പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്.